വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സോണിയാഗാന്ധിയെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വന്ദേമാതരത്തെ അപമാനിച്ചതിന് സോണിയാഗാന്ധിയും കോൺഗ്രസും രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ 140 കോടി ജനങ്ങൾ തങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട്. കോൺഗ്രസ് ദേശീയ ഗീതത്തെ അപമാനിച്ചിരിക്കുന്നു. വന്ദേമാതരത്തെ എങ്ങനെ അപമാനിക്കാൻ തോന്നിയെന്നും ഈ പാപം ഈ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും പൊറുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടു ബാങ്കിനോടുള്ള അത്യാഗ്രഹത്തിൽ കോൺഗ്രസ് വന്ദേമാതരത്തെ മറന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. कांग्रेस पार्टी के मुख्यालय पर वंदे मातरम का गान हो रहा था। चालू गान में कांग्रेस की नेत्री सोनिया जी ने कांग्रेस अध्यक्ष को गान रोकने का कहा। हम सब टीवी पर देखते रहे। 80 साल के बाद बंकिम बाबू का ये अमर मंत्र, अमर गान जब फिर से सम्मान प्राप्त कर रहा है, वो भी सोनिया जी को राज नहीं आता है। सोनिया जी 140 करोड़ की जनता आपको देख रही है। आपके द्वारा किया गया ये पाप इस देश की जनता कभी माफ नहीं करेगी, कभी माफ नहीं करेगी। AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടയിലെ വന്ദേമാതര വിവാദത്തിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമാക്കി BJP. ദേശീയ ഗീതാലാപനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ BJPയിൽ ആലോചന ശക്തമാണ്. സോണിയാഗാന്ധിയുടെ പ്രതികരണത്തിന് വന്ദേമാതരം ആലപിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. സോണിയാഗാന്ധിയും സ്വയം വന്ദേമാതരം ആലപിക്കുന്നുണ്ടായിരുന്നു. ക്രമീകരണങ്ങൾ ശരിയായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് അവർ ശ്രമിച്ചതെന്ന് കോൺഗ്രസ് വിശദീകരിച്ചു.